ഹലോ എവരിവൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഇവിടെ സൗത്ത് ഓസ്ട്രേലിയയിൽ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് കയറുന്നു. അപ്പോൾ ഇത് നമ്മൾ വിൻ്ററിലെടുത്തൊരു ഡ്രൈവാണ് ബറോസ വാലിയിലേക്ക്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. ഇത് അഡ്ലേഡ് സിറ്റിയിൽ നിന്ന് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട് കേട്ടോ, ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയ. ഇവിടം ഓസ്ട്രേലിയക്കാരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇറ്റ്സ് ഫേമസ് ഫോർ ഇറ്റ്സ് വൈനറീസ്. ഏകദേശം 150ഓളം വൈൻ യാർഡ്സും 80-ൽ പരം സെല്ലർ ഡോർസും ഉണ്ട് കേട്ടോ. സെല്ലർ ഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയായിരിക്കും ഈ വൈൻ ഡിസ്പ്ലേ, അതുപോലെ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാനായിട്ടുള്ള സ്ഥലം. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം സ്പ്രിംഗ് സീസണാണ് കേട്ടോ. അതായത് സെപ്റ്റംബർ ടു നവംബർ. ആ സമയത്തേക്ക് നമ്മുടെ മുന്തിരിവള്ളികൾക്കൊക്കെ ഇലകളൊക്കെ വന്ന് കാണാൻ നല്ല ഭംഗിയുള്ള സമയമാണ്. പിന്നെ ഉള്ളത് ഓട്ടത്തിലാണെങ്കിൽ, ഓട്ടം എന്ന് പറയുന്നത് മാർച്ച് ടു മെയ്. ആ സമയത്ത് ഇവിടെ മുന്തിരിയുടെ ഹാർവെസ്റ്റിംഗ് ടൈമാണ്. ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്ന് തന്നെ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വൈൻ മാത്രമല്ല, ഇവിടുത്തെ ഫുഡും ഒന്ന് പറയേണ്ടത് തന്നെയാണ്. ഇറ്റ്സ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്പൈസ്, അതുപോലെ തന്നെ പാസ്ട്രീസ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ചോക്ലേറ്റ് കമ്പനി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെല്ലർ ഡോർസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അത് നമ്മൾ ഇച്ചിരി ഫുഡും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇറ്റ്സ് ചോക്ലേറ്റ് കമ്പനി. സൗത്ത് ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യുന്നവർ അവോയ്ഡ് ചെയ്യാത്ത ഒരു ഏരിയയാണ് ബറോസ വാലി, അവിടുത്തെ ചോക്ലേറ്റ് കമ്പനി. അതുപോലെ തന്നെ കുറച്ച് സിഗ്നിഫിക്കൻറ്റ് പ്ലേസസ് ഉണ്ട്. എന്നാൽ പിന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചോക്ലേറ്റ് ഗുഡ്നെസ് ഓഫ് ടുഡേയ്സ് വീഡിയോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ ചോക്ലേറ്റ് ഫൗണ്ടൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹീപ്സ് ആൻഡ് ഹീപ്സ് ഓഫ് ചോക്ലേറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദ റീസൺ ഫോർ കമ്മിങ് ഹിയർ, ദേ നമ്മളുടെ കൂടെ ഒരു ഫാമിലി കൂടി ഉണ്ട്. സോ ദിസ് ഇസ് ജിസ് ആൻഡ് ഷാനി ആൻഡ് ജിസിൻ്റെ മമ്മിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും നമ്മളെ ക്യാൻബറയിൽ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്പോട്ട് ടു ടേക്ക് ദം. അങ്ങനെ ഞങ്ങൾ അവരെയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടം ചോക്ലേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ ഉണ്ട്, അതുപോലെ പിന്നെ സെല്ലിങ് ഏരിയ, പിന്നെ കഫറ്റേരിയ, വൈൻ ടേസ്റ്റിംഗ് ഏരിയ. അങ്ങനെ ഇതൊരു ഇച്ചിരി മാസീവ് ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഇറ്റ്സ് ലൈക്ക് എ ചോക്ലേറ്റ് വണ്ടർലാൻഡ്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പോലത്തെ ഒരു സ്ഥലം. ദ ആരോമ ഇൻസൈഡ് ഇസ് ജസ്റ്റ് ഇൻക്രെഡിബിൾ. They have got everything here. Dark chocolate, milk chocolate, white chocolate, all kinds of flavors. നമ്മളൊരു ഫാൻറ്റസി വേൾഡിൽ എത്തപ്പെട്ട പോലെയാണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ വലിയവർക്കും എവിടെ തുടങ്ങണം എന്നറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. ഇറ്റ്സ് ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ്. ഇറ്റ്സ് ഓൾ ദ ഡിഫറെൻറ്റ് വെറൈറ്റീസ്. നോക്കിയ സിൻഡർലയുടെ ഷൂസ് പോലത്തേത്, പിന്നെ ടെഡി ബെയർ മോഡൽ, ഫ്രോഗി മോഡൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി സിഗ്നേച്ചർ ടൈപ്സ് ഉണ്ട് കേട്ടോ. എല്ലാം പല ഇൻഗ്രീഡിയൻസ്. അതുപോലെ ടക്കീലക്കകത്താണെങ്കിൽ ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ട്, ചിലതിനകത്ത് ജാം ഫിൽഡാണ്. അങ്ങനെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ ഈ സെഷനിലുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇവരുടെ കഫറ്റീരിയയുടെ കേക്ക്സാണ്. പിന്നെ വൈൻ ടേസ്റ്റിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു വൈൻഡ് ഡൗൺ. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഉള്ളിലോട്ട് ഏരിയാസ് ഉണ്ട്. അതുപോലെ പല പല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സുമായിട്ടൊരു ഏരിയയാണ്. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് മൈനി മോ വെച്ച് കുറച്ച് ചോക്ലേറ്റ്സ് പിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡെക്ക് സ്പേസിലോട്ട് പോയി. ഇവിടുന്ന് കാണുന്ന വ്യൂ അപാരമാണ് കേട്ടോ. ഇത് മാൻമെയ്ഡ് പോണ്ടാണ്. അങ്ങ് ദൂരെയായിട്ട് കുത്തായിട്ട് കാണുന്നതൊക്കെ ബേർഡ്സാണ്. ഇവിടെ നമുക്ക് എല്ലായിടത്തും തന്നെ കാണാം ഈ ഡക്സ്, കുഞ്ഞ് ഡക്സാണ്. ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല.
honeycomb and mango. Thank you. Ini bubblegum ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. നമ്മൾ കുറച്ച് ഐസ്ക്രീംസ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. വിൻ്ററൊക്കെയാണ്, പക്ഷേ എന്നാൽ പോലും പിള്ളേർ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീമും വിടുകയില്ല. അപ്പം അങ്ങനെ നമ്മൾ വി ഹാഡ് എ വെരി ഗുഡ് ടൈം. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് കേട്ടോ. അപ്പം ഇവർ ക്യാൻബറയിലാണ് സെറ്റിൽ ആയേക്കുന്നത്. ഞങ്ങൾ സൗത്ത് ഓസ്ട്രേലിയയിലോട്ട് പിന്നെ ക്യാൻബറയിൽ നിന്ന് മൂവ് ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങളൊരു 5 years കഴിഞ്ഞിട്ടുള്ളൊരു ക്യാച്ചപ്പാണ് കേട്ടോ. സോ ദാറ്റ് മീൻസ് എ ലോട്ട്. നമ്മളുടെ മെമ്മറീസും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ടൊരു വീണ്ടും ഒരു ഒത്തുചേരൽ. സോ വി ഹാഡ് എ പെർഫെക്റ്റ് ടൈം ഇൻ ഹിയർ. ബ്യൂട്ടിഫുൾ. തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കതൊന്നും ഫീൽ ചെയ്തില്ല. സീയിങ് ആഫ്റ്റർ 5 years വാസ് സോ മച്ച് ടു ടെൽ. അപ്പം ആക്ച്വലി ദിസ് വാസ് എ ഗുഡ് സ്പോട്ട് ടു കം വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ യുവർ ഫാമിലി. പിന്നെ എല്ലാവരെയും കൂടെ ഒരു ഫ്രെയിമിൽ കൊള്ളിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെയോ സക്സസ്ഫുള്ളായി. വീഡിയോയിൽ ക്യാപ്ചർ ആയിട്ടല്ല, എനിക്ക് തോന്നുന്നു ഫോട്ടോസിൽ എവിടെയോ അത് പതിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ കിട്ടിയ വീഡിയോ ഇവിടെ കിടക്കട്ടെ. നമ്മൾ നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുമ്പോഴേക്കാണ് നമ്മളുടെ മോന് ഈ പുല്ലൊക്കെ കണ്ട് അതിൽ സന്തോഷം മൂത്ത് കിടന്നൊന്ന് ഉരുണ്ടിട്ട് വന്നു. പാൻറ് മുതൽ എല്ലാം ചെളിയായിരിക്കുന്നു. പിന്നെ ശരിക്കും ഒന്ന് കഷ്ടപ്പെട്ടു അവനെ അടുത്ത സ്പോട്ടിലോട്ട് ഒന്ന് വൃത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നമ്മുടെ മേജർ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം വൈൻയാർഡ്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇലകളൊന്നും ഇല്ലാത്ത കുറ്റിച്ചെടികളായിട്ടുള്ള വൈൻയാർഡ്. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളത് ടാനുൻഡ ബേക്കറി. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വഴി തെറ്റി പോകുമ്പോഴത്തേക്ക് നോക്കുമ്പം ഈ ബേക്കറിയുടെ ഈ എൻട്രൻസ് ഇവിടം വരെ ഉള്ളിൽ നിന്ന് ക്യൂ കേട്ടോ. ആ ക്യൂ കണ്ടുകൊണ്ടെന്നാൽ പിന്നെ ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കയറി നോക്കിയതാണ്. പിന്നെ നമ്മൾ മിസ് ചെയ്യാത്തൊരു സ്പോട്ടായിട്ട് മാറി. ഇതൊരു കുഞ്ഞു ബേക്കറി ആയിട്ട് തോന്നിയാലും പക്ഷേ ഇവിടുത്തെ പ്രൊഡക്ഷൻ അമേസിങ് ആണ്. സോ ഡെലീഷ്യസ് ആൻഡ് സോ റിച്ച്. നമുക്ക് സീറ്റിംഗ് ഒക്കെ കിട്ടിയാൽ അതൊരു അത്ഭുതമാണ്. ഇത് നമുക്ക് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് സീറ്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബേക്കറിയുടെ ബോർഡ് കാണുകയാണ്, ഇതുവഴി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യത്തെ, ഈ പറയുന്ന ചെടി ഇതിന് പുറത്ത് കണ്ടാണ് കേട്ടോ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കോഫിയുടെ ഓൾട്ടർനേറ്റീവ് ചെടിയാണ്. ഇതിൻ്റെ അകത്ത് സീഡ്സ് കോഫിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ യാത്ര ഇവിടെ തീർത്തിട്ടില്ല കേട്ടോ. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് ലിറ്റിൽ ടൂർ വിത്ത് മീ. ആൻഡ് ഇഫ് യു ഹാവ് ബീൻ ടു Barossa, please let me know your favorite spots in the comment below. And if you haven't, I highly recommend adding it to your travel list. See you next time. അപ്പോൾ പിന്നെ കാണാം. Bye for now.